ഈ റമളാൻ മാസം വരുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരണേ. സ്വർഗത്തിന്റെ വാതിലുകൾ അല്ലാഹു തആല തുറന്നിടും. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവന്റെ ശ്രമങ്ങൾ എളുപ്പമാക്കാൻ അവന് സാധിക്കും. അതുകൊണ്ട് രണ്ടാമത്തേത്, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കും. ആ നരകത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്ന മനുഷ്യനെ ആ നരകത്തിന്റെ ഉള്ളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ആ തിന്മയുടെ വഴിയിൽ നിന്ന് ഒരു സമ്മർദ്ദം കൊണ്ട് അവനിങ്ങനെ പുറത്തേക്ക് മാറി നിൽക്കാൻ, തെറ്റാണ് എന്നറിഞ്ഞിട്ട് അതിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത മനുഷ്യന്മാർക്ക് പോലും റമളാൻ മാസത്തിൽ ആ തെറ്റിന്ന് ഇങ്ങനെ വിട്ടു നിൽക്കാൻ പറ്റും. ആ നരകത്തിന്റെ ആകർഷണം ഉണ്ടല്ലോ, ആ ആകർഷണത്തിൽ നിന്ന് അവനിങ്ങനെ മാറി നിൽക്കാൻ പറ്റും. ആ നരകത്തിന്റെ വാതില് അല്ലാഹ് കൊട്ടിയടക്കും. തീർന്നില്ല, മനുഷ്യനെ മനസ്സുകളിൽ വേണ്ടാത്ത ദുശ്ചിന്തകൾ ഉണ്ടാക്കി അവനെ പിഴപ്പിക്കുന്ന മുരടന്മാരായ പിശാചുക്കളുണ്ടല്ലോ, ആ പിശാചുക്കളെ അള്ളാഹു ബന്ധനസ്ഥരാക്കും, കെട്ടിയിടും. അവരുടെ സ്വാതന്ത്ര്യത്തെ അള്ളാഹു തആല കുറച്ചു കളയും. ഇത് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു സ്വാലിഹായ തഖ്വയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അവന് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മൾ നടന്നു പോവുക, നമുക്ക് മെഡിക്കൽ കോളേജ് എത്തണം, നമ്മൾ രോഗിൻ്റെ അവിടെ മെഡിക്കൽ കോളേജ് എത്തണം. അവർ റോഡിൽ വാഹനങ്ങളൊന്നും ഓടുന്നില്ല, ഹർത്താലോ ബന്ധമാണ്. നമ്മൾ 10 മിനിറ്റ് കൊണ്ട് മെഡിക്കൽ കോളേജ് എത്താൻ ഇവിടെ വണ്ടി ഇറങ്ങുന്നേ, പക്ഷെ വണ്ടി കാണാനില്ല. അതുകൊണ്ട് നമുക്ക് നടന്നു പോകണം. ആ നടന്നു പോണ മനുഷ്യരെ സംബന്ധിച്ച് മെഡിക്കൽ കോളേജിൽ ഏറ്റവും വേഗത്തിൽ എത്തണം എന്ന് വിചാരിച്ചു പോണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ പോകുമ്പോണ്ട് ഒരു വെള്ളത്തിൻ്റെ വലിയ ടാങ്കൊക്കെ വെച്ചുകൊണ്ട് ഒരു പിക്കപ്പ് വാന് നമ്മൾ എടുത്തു വന്ന് നിന്ന്, വേറൊരു വണ്ടി ഓടുന്നില്ല. ഈ പിക്കപ്പ് വാൻ്റെ ഡ്രൈവർ പുറത്തേക്ക് തലട്ടുകാണ്ട്, കാക്ക പോരണോ, ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് വെള്ളം കൊണ്ട് പോവുകയാണ്. നമ്മൾ മുമ്പിൽ കയറാൻ നോക്കിയാൽ പോകാൻ പറഞ്ഞ്, മുമ്പിൽ കയറണ്ട, മുമ്പിൽ കയറാൻ സ്ഥലങ്ങൾ തൽക്കാലം ബാക്കിൽ കയറിക്കോളി പറഞ്ഞു. ബാക്കിലോ മേലെ നമുക്ക് എവിടെങ്കിലും കയറി കിട്ടിയാൽ മതി, കാരണം നമുക്ക് മെഡിക്കൽ കോളേജിൽ വേഗം എത്തണം. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഞ്ചാരം അതിൻ്റെ വേഗത കൂട്ടുന്ന ഒരു മാസം റമളാൻ. നമ്മളൊക്കെ ഇപ്പോൾ ദുബായ് എയർപോർട്ടിലൊക്കെ പോയാൽ എയർപോർട്ടിൽ നിന്ന് കുറേ നടക്കണം, അബുദാബി എയർപോർട്ടൊക്കെ പ്രത്യേകിച്ച് ഒരുപാട് നടക്കണം. ആ നടക്കുന്ന സമയത്ത് കൊയങ്ങി നടക്കുമ്പോൾ നമ്മൾ ആ ബെൽറ്റിൽ വന്നെത്തൂലേ, അതിമ്മടെ കയറിയ സുഖം, പിന്നെ നമ്മളതിങ്ങനെ കൊണ്ടുപോയിക്കോളും. ഒരാശ്വാസമായി, സമാധാന. നമ്മൾ സ്വർഗം കിട്ടാൻ വേണ്ടി വലിയ ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. അതിന് നമ്മളെ കൊണ്ടാകുന്ന നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പല നന്മകളും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ മടുപ്പുണ്ടാകുകയാണ്. അത് ചെയ്യാൻ കരുതിയ പോലെ പൂർത്തിയാക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അതേപോലെ തിന്മകൾ വേണ്ടാൻ തീരുമാനിച്ചാലും നമ്മുടെ മനസ്സ് തിന്മയിലേക്ക് നമ്മളെ പിടിച്ചു കൊണ്ടുപോകുകയാണ്. അതിൽ നമുക്ക് വലിയ സങ്കടമുണ്ട്. അങ്ങനെ സങ്കടമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം റമളാൻ അവൻ്റെ ജീവിതത്തിലെ ഒരു വസന്തകാല. കാരണം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ ആ സ്വർഗപ്രവേശനം, നരകമോചനം, ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് അവൻ്റെ ചുറ്റുപാടുകൾ അവനെ സഹായിക്കുന്ന, അവൻ്റെ സാഹചര്യങ്ങൾ അവന് സഹായകമാകുന്ന, അവൻ്റെ സഞ്ചാരത്തിൻ്റെ വേഗത കൂട്ടാൻ പറ്റുന്ന വല്ലാത്ത ഒരു കാലമാണ് ഈ റമളാൻ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റമളാൻ മാസം വരുമ്പോൾ സത്യവിശ്വാസികളെ സന്തോഷ വാർത്ത അറിയിച്ചത്, ഖദ് ജാഅകും ശഹ്റു റമളാൻ ശഹ്റുൻ മുബാറകുൻ. നമ്മുടെ മുൻഗാമികളായ സലഫു സാലിഹുകൾ എന്ന് പറയില്ലേ നമ്മൾ. ആരാ സലഫുകൾ എന്ന് പറഞ്ഞാൽ? സലഫുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പേ ഈ ലോകത്ത് ജീവിച്ച് അള്ളാഹുവിൻ്റെ സ്വാലിഹായ വഴിയിലൂടെ സഞ്ചരിച്ചു പോയ നല്ല മനുഷ്യന്മാരെയാണ് നമ്മൾ സലഫുകൾ എന്ന് പറയുന്നത്. അവർ ജീവിച്ച മാർഗത്തെ അനുധാവനം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മളെ തന്നെ സലഫികൾ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സലഫു സാലികളുടെ ജീവിതം രേഖപ്പെടുത്തിയ, അവരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ ചില പുസ്തകങ്ങളിൽ കാണാം. റമളാൻ മാസം ആഗതമാകുന്നതിൻ്റെ 5 മാസം മുമ്പ്, ഏതാ റമളാൻ്റെ മുമ്പത്തെ മാസം? ഷാബാൻ. അതിൻ്റെ മുമ്പത്തെ മാസം അങ്ങനെ എണ്ണിയാൽ അങ്ങനെ റമളാൻ 9ാമത്തെ മാസമാണല്ലോ. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ഉഖ്റ, റജബ്, ഷഅബാൻ, റമളാൻ. ഈ 5 മാസത്തിലും ഈ സലഫു സാലിഹുകളായ സ്വർഗത്തിൻ്റെ വഴിയിൽ തെറ്റാതെ സഞ്ചരിച്ചിരുന്ന ആ മനുഷ്യന്മാർ ഈ 5 മാസക്കാലവും അവരുടെ പ്രാർത്ഥനകളിൽ അവർ ഒഴിവാക്കാതെ ഉപയോഗിച്ച ഒരു പ്രാർത്ഥന ഉണ്ട്. ഏതാ നിങ്ങൾ? അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുമ്മ
ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ റമളാനിനെ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരയണമേ റബ്ബേ. ഒരു വല്ലാത്ത പ്രാർത്ഥനയാണ് കേട്ടോ. റമളാനെ എത്തിച്ചു തരിക പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ച് ഏതെങ്കിലും 2 മാസത്തിന് മുമ്പേ റമളാൻ വരുമോ? വരൂലല്ലോ. റമളാൻ അതിൻ്റെ സമയത്ത് തന്നെ വരുള്ളൂ. ഇനി നമ്മൾ പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് വരികയെ, നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ട് വരാതിരിക്കുകയല്ലോ. റമളാൻ എന്തായാലും വരും. പിന്നെ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ റമളാനിനെ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ റമളാൻ വന്നാൽ മാത്രം പോരാ, ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാരല്ലേ. ഓർക്ക് റമളാൻ മാസം വന്നിട്ട് വല്ല മാറ്റം ഉണ്ടായോ? വല്ല ഗുണം കിട്ടിയോ? ഒരു ആശുപത്രിയിലെ ICUവിൽ കിടക്കുന്ന രോഗിനെ കാണാൻ പോയപ്പോണ്ടേ അപ്പുറത്തെ കട്ടിൽമൊരു രോഗി, എന്താ നിങ്ങൾ ശ്വാസം കെട്ട് വലിച്ചിട്ട് കിട്ടണില്ല. ശ്വാസം കെട്ട് വലിക്കുമ്പോൾ അയാളുടെ നെഞ്ചിൻ കൂടെ കണ്ടല്ലോ, അതിങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഒരു വില്ല് പോലെ വളഞ്ഞു പോവുക. നോക്കി നിങ്ങൾ, ഈ അന്തരീക്ഷം മുഴുവൻ ശ്വാസ, 5 പൈസ കൊടുക്കണ്ട, ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചാൽ കിട്ടണേ മുഴുവൻ ശ്വാസ. ഇതും ഒക്കെ ശ്വാസ. പക്ഷെ ശ്വാസത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കണത്. പക്ഷേ ഈ 2 ഓട്ടയും കൂടി അതാണ് കയറി പോകണമെങ്കിലേ പടച്ചോൻ്റെ വല്ലാത്ത തൗഫീക്ക് വേണം അല്ലേ. മൂക്കിലൂടെയൊക്കെ ട്യൂബ് ഇട്ടുകാണ്ട് വെള്ളം ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കുമ്പോൾ ആ രോഗിനോട് ചോദിച്ചു നോക്കണ്ടി, നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? മൂപ്പരെന്താ പറയാറിയോ? എൻ്റെ സ്വത്ത് മുഴുവൻ വിറ്റിട്ടാണെങ്കിലും ഒരു മുറുക്ക് വെള്ളം തൊണ്ടയിൽ കൂടെ അങ്ങോട്ട് കുടിക്കണ ഒരു ഭാഗ്യം കിട്ടിയാൽ അതാണ് എൻ്റെ ആഗ്രഹം. വീൽ ചെയറിൽ പോണ ആളോട് ചോദിച്ചു നോക്കണ്ടി, നിങ്ങളെ ആഗ്രഹം എന്താണ്? ഒരടി സ്വന്തമായിട്ട് നടക്കാൻ കഴിഞ്ഞാൽ അത് മതിയേനി, മണ്ടും ചാടൊന്നും വേണ്ട. ഒരടി സ്വന്തമായിട്ട് ബാത്റൂമൊക്കെ ഇങ്ങനെ ചുമരുമ പിടിച്ചിട്ട് ഒരാളെ സഹായം ഇല്ലാതെ പോകാൻ പറ്റിയാൽ അത് മതിയേനി എന്നാണ് ആ ആൾക്കാർ പറയാം. അപ്പോൾ വായു എമ്പാടുണ്ടായിട്ട് കാര്യമല്ല, ശ്വസിക്കണമെങ്കിൽ പടച്ചോൻ്റെ പെർമിഷൻ വേണം. അതേപോലെ റമളാൻ മാസം ഈ ദുന്യാവിൽ എന്തായാലും വരും. പക്ഷെ ആ റമളാൻ നമുക്ക് കിട്ടണമെങ്കിൽ, ആ റമളാനിനെ ശരിയായ രൂപത്തിൽ സ്വീകരിച്ച് ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ ചെയ്ത് ആ റമളാനിനെ ഭംഗിയായി നിർവഹിക്കണമെങ്കിലേ പടച്ചോൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിലേ പറ്റൂ. കഴിഞ്ഞ റമളാനിലോ അതിൻ്റെ മുമ്പത്തെ റമളാനിലോ നാട്ടിലെ കാര്യപ്പെട്ട ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരുമോ? ഹോസ്പിറ്റലിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക്, മഞ്ചേരി ആയിക്കോട്ടെ. അപ്പം എന്താ അറിയോ അദ്ദേഹം പറയണേ, ഈ കൊല്ലത്തെ റമളാൻ എൻ്റെ അവസാനത്തെ റമളാൻ ആയിക്കാരെന്ന് എനിക്കിങ്ങനെ തോന്നിനി. അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും വേണ്ടിയില്ല, എല്ലാ നോമ്പും നോൽക്കണം എന്നും ഡോക്ടറോടൊക്കെ പറഞ്ഞ് പെർമിഷനൊക്കെ വാങ്ങിനി. മാത്രമല്ല പള്ളിയിൽ 1-2 ഇഫ്താർ സംഘടിപ്പിക്കണം തീരുമാനിച്ചിനി. പക്ഷേ നോമ്പിൻ്റെ മാസം ഉറപ്പിച്ച് അത്താഴത്തിന് എണീക്കണം എന്ന് തീരുമാനിച്ച രാത്രി ഉണ്ടല്ലോ, ആ രാത്രി നെഞ്ചുവേദന ഉണ്ടായിട്ട് കൊടു നിൽക്കുക. 3 ദിവസം ICUയിൽ ഇനിയും ഇപ്പം പുറത്തയക്കണ്. ഡോക്ടർ പറഞ്ഞു നോമ്പിനെ പറ്റി ആലോചിക്കുകയും വേണ്ട. ആ മനുഷ്യൻ്റെ സങ്കടത്തിലാണ് നിങ്ങൾ. റമളാൻ മാസം കഴിയോളം മുമ്പിനോടുണ്ട്, പക്ഷെ ഒരൊറ്റ നോമ്പ് നോൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടതാണ്, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ റമളാനിനെ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണം റബ്ബേ എന്ന് പറഞ്ഞാൽ, റമളാൻ ഈ ലോകത്ത് പുലരുമ്പോൾ പടിഞ്ഞാറേ ചക്രവാളത്തിൽ റമളാനിൻ്റെ ചന്ദ്രക്കല തെളിയുമ്പോൾ ആ റമളാനിനെ സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്താനും ആഫിയത്തും ആരോഗ്യവും ഈമാനും തെക്കുവയും സാഹചര്യങ്ങളും അല്ലാഹുവേ എനിക്ക് നീ തരണേന്ന് 5 മാസം അവർ പ്രാർത്ഥിച്ചു. 6ാമത്തെ മാസം റമളാൻ. ഇനി ആ റമളാൻ കഴിഞ്ഞാൽ പിന്നത്തെ 6 മാസത്തെ അവരുടെ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന നിറഞ്ഞു നിന്നു. ഏതാ നിങ്ങൾ? റബ്ബന തഖബ്ബൽ മിന്നാ റമളാൻ. എന്താ അർത്ഥം? അല്ലാഹുവേ റമളാനിൽ ഞങ്ങളൊക്കെ ഉണ്ടാവുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്, പടച്ചോനെ ഞങ്ങളുടെ റമളാനിനെ, ഞങ്ങളുടെ റമളാനിലെ കർമ്മങ്ങളെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അപ്പോൾ നോക്കി നിങ്ങൾ, ചുരുക്കത്തിൽ അവരുടെ ജീവിതത്തിലെ 12 മാസങ്ങളിലും റമളാനിൻ്റെ ചിന്തയുണ്ട്. റമളാൻ്റെ മുമ്പ് റമളാൻ കിട്ടണമെന്നല്ല പ്രാർത്ഥന, റമളാൻ കഴിഞ്ഞാൽ റമളാൻ സ്വീകരിക്കണമെന്നല്ല പ്രാർത്ഥന. 6-12 മാസവും അവരുടെ മനസ്സിൽ പ്രാർത്ഥനകളിൽ റമളാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അതെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് റമളാൻ എന്നത് ഏറ്റവും സന്തോഷകരമായ, ആനന്ദകരമായ, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആസ്വാദ്യകരമായ വല്ലാത്ത ഒരു കാലമാണ് റമളാൻ.
അതുകൊണ്ടാണ് മറ്റേതു മാസത്തെക്കാളേറെ റമദാൻ വരുന്നു എന്നറിയുമ്പോൾ നമ്മളൊക്കെ ഒരുങ്ങുന്നത്. നോക്കൂ, ഈ പ്രഭാഷണം പോലും, ഈ പ്രഭാഷണത്തിൻ്റെ പേരെന്നെ അഖിലൻ റമദാൻ എന്നാണ്. റമദാൻ നിനക്ക് സ്വാഗതം എന്നാണ് ആ പദത്തിൻ്റെ വിവക്ഷ. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കർമ്മങ്ങളിലേക്ക്, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ റമദാനിനെ സ്വാഗതം ചെയ്യുക. കാരണം ആ റമദാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ആ റമദാനിനെ ഉപയോഗപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. സ്വാഭാവികമായി ഈ ഒരുക്കം എവിടെയാണ് തുടങ്ങാറ്? സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ വീടുകളൊക്കെ ശുദ്ധിയാക്കി, വസ്ത്രങ്ങളൊക്കെ ശുദ്ധിയാക്കി, പാത്രങ്ങളൊക്കെ ശുദ്ധിയാക്കി, പള്ളികളൊക്കെ മനോഹരമാക്കി അലങ്കരിച്ച് നമ്മൾ റമദാനിന് തുടങ്ങും. നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ റമദാനിൻ്റെ തൊട്ടു തലേ ദിവസത്തിൽ നനച്ചുകുളി എന്ന പേരിൽ ഒരാചാരം കണ്ടുവരാറുണ്ട്. അത് മതപരമായി അങ്ങനെ ഒരു കർമ്മം റമദാനിൻ്റെ തൊട്ട് മുമ്പ് റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുക്കങ്ങൾ നടത്തേണ്ട ഒരു ദിവസമുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അത് ബിദ്അത്താണ്. അങ്ങനെ ഒരു ദിവസമോ അങ്ങനെ ഒരു ആചാരമോ അങ്ങനെ ഒരു ഒരുക്കത്തെക്കുറിച്ചോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കരുത്. നേരെ മറിച്ച് റമദാൻ വരുന്നുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക്, എനിക്ക് റമദാനിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ സമയം കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ ഞാൻ നേരത്തെ ഒരുക്കി വെച്ച് റമദാനിൽ ഇബാദത്തുകൾക്ക് വേണ്ടി കൂടുതൽ സമയമുണ്ടാക്കാൻ ശ്രമിക്കട്ടെ എന്ന ധാരണയിൽ ഒരാൾ ഭക്ഷണത്തിന് ആവശ്യമായ ആ ധാന്യങ്ങളൊക്കെ പൊടിച്ച് റെഡിയാക്കി വെച്ച്, മസാലകളൊക്കെ പൊടിച്ച് റെഡിയാക്കി വെച്ച്, സാധനങ്ങളൊക്കെ നേരത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വീട്ടിൽ വാങ്ങി വെച്ച്, അതൊന്നും ഒരു തെറ്റൊന്നുമല്ല. അതൊക്കെ ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കമായിട്ട് നമ്മൾ അത്രേ അതിനെ വിചാരിക്കുന്നുള്ളൂ. നമ്മുടെ നിയ്യത്താണ് അതിൻ്റെ പ്രധാനം. അപ്പോൾ ആ റമദാനിന് വേണ്ടിയുള്ള ഒരുക്കം. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ വീടിൻ്റെ ജനാലയിലോ വാതിലിലോ വീടിൻ്റെ ഉമ്മറപ്പടിയിലോ ഒക്കെ അഴുക്കുള്ളത് കൊണ്ടോ എട്ടുകാലി വലകളുള്ളത് കൊണ്ടോ നമ്മുടെ വീടിലെ മാറാലകൾ തട്ടാത്തത് കൊണ്ടോ നമ്മുടെ വീട്ടിൽ ഉള്ളവർ നോൽക്കുന്ന നോമ്പിനോ നിസ്കാരത്തിനോ അതിൻ്റെ പ്രതിഫലത്തിൽ ഒരു കുറവുണ്ടാവില്ല. എൻ്റെ വീടിപ്പോൾ ഞാൻ റമദാൻ്റെ മുന്നോടിയായി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് നോമ്പ് നോൽക്കുന്നവരുടെ നോൽമ്പിന് അതുകൊണ്ടൊരു കുറവും വരില്ല. അള്ളാഹ് പറഞ്ഞിട്ടില്ല നിങ്ങൾ വീടും പരിസരമൊക്കെ ക്ലീൻ ആക്കിയാലേ നിങ്ങൾ റമദാൻ നോമ്പ് സ്വീകരിക്കുമെന്ന് ദീന് പറഞ്ഞിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ നോമ്പ് എന്നല്ല ഒരു അമലും അള്ളാഹ് സ്വീകരിക്കൂല. ഏറ്റവും പ്രധാനം ശിർക്കിനെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ശിർക്കോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു റമദാനല്ല 1000 റമദാൻ ആരാധന ചെയ്താലും ആ ആരാധന അല്ലാഹ് സ്വീകരിക്കൂല. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. ശിർക്ക് ചെയ്താൽ നിന്റെ മുഴുവൻ ആരാധനകളും പൊളിഞ്ഞു പോകും. ആരോടാ പറഞ്ഞറിയോ? ലഇൻ അശ്റക്ത, നീ ശിർക്ക് ചെയ്താൽ. ആരാണ് നീ എന്നറിയങ്ങൾ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. സമാനമായ അർത്ഥമുള്ള മറ്റൊരായത്ത് ഖുർആനിലുണ്ട്. അവിടെ 10-16 പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവരുടെ കഥ ഇങ്ങനെ പറഞ്ഞിട്ട് അതിന് ശേഷം അല്ലാഹ് പറയാണ്, അവരെങ്ങാനും ശിർക്ക് ചെയ്താൽ ഒരവസ്ഥ തന്നെയാണ്, സകല നന്മകളും പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ശിർക്കിനെ നന്നായിട്ട് സൂക്ഷിക്കണം. വാക്കിലോ നോക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ ശിർക്കിൻ്റെ ഒരു തരി വരാതെക്കാൻ നോക്കണം. പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞ പോലെ കൂരിരുട്ടുള്ള രാത്രിയിൽ നിങ്ങൾ അറിയാതെ കയറി വരുന്നു പറഞ്ഞ പോലെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇടങ്ങേറും രോഗങ്ങളും സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഏത് വൈക്കത് വരിക അറിയില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ പുതിയ വീട് വെച്ച് താമസം തുടങ്ങി, അന്ന് തന്നെ ഒരുത്തം വീണ് കാല് പൊട്ടി, രണ്ടാമത്തെ ഛർദി, മൂന്നാമത്തെ മെഡിക്കൽ കോളേജിൽ അങ്ങനെ നെരിപ്പിരി കൊള്ളുമ്പോഴേ ചിലപ്പോൾ അയലോക്കത്തിന് ആരെങ്കിലും വന്ന് പറയും, ഞാൻ ഇങ്ങനെ ആലോചിക്കേനി എന്താ ഇപ്പം നിങ്ങൾ കുടിയിരുന്നത് മുതൽ ഒരു സുഖമല്ലല്ലോ, അല്ല നിങ്ങൾ വീടിന് കുറ്റിയടിച്ചപ്പോൾ വാസ്തു നോക്കിയിട്ടില്ല ഇനിയൊന്നും. പെണ്ണുങ്ങളോടാ പറഞ്ഞേ. അന്ന് അന്ത്യക്ക് കിടക്കുമ്പോൾ നിങ്ങളോട്, അല്ല മനസ്സാ നിങ്ങളിത് കുറ്റി ആരെ കൊണ്ടാ കുറ്റിയടിപ്പിച്ചിന്, നിങ്ങൾ വാസ്തു നോക്കിയിട്ടില്ല ഇനോ? എന്തേ? ഒന്നുമില്ല, നമ്മൾ കയറി അന്ന് തുടങ്ങിയതാണല്ലോ നമ്മളെ ഈ കട്ടകാലം. ആരാ കയറിയത്? ശിർക്ക്. അങ്ങനെ കയറുക. അതിങ്ങനെ ആനയും അമ്പാരിയൊക്കെ ആയിട്ട് ആകെ ജഗ പുകയായിട്ട് വന്നാൽ നമുക്ക് തടഞ്ഞു നിർത്താം. എൻ്റെ അടുത്തേക്ക് വരേണ്ട ശിർക്കെന്ന് പറയാം. ഇതങ്ങനെയല്ല വരിക.
നമ്മളറിയാതെ വരിക. സാമ്പത്തികം നല്ല കച്ചവടം ആണ്ട് പൊട്ടിയിട്ട് പാളീസ് നമ്മളെ ഒരുത്തം പറയാം, ഇതൊന്ന് പോയേക്കാം മടവൂർ വരെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ കഴിച്ചിലാവും. എന്നാ ഒന്ന് പോയി നോക്കുക, അവിടെ പിടിക്കുക അല്ലേ, എടങ്ങേറാവുമ്പം. അപ്പം ഒന്ന് ശിർക്കിനെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ പെരിയിലൊക്കെ ഈ കെട്ടിക്കൊടുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ പലരും ഈ തൗഹീദും ചുരുക്കൊന്നും പഠിച്ചോലല്ല, അവർക്കിത് അറിയില്ല. നാട്ടുകാരും നാട്ടുകൂട്ടവും പറയുന്നത് പോലെ വിശ്വാസം. അപ്പോൾ ഷിർക്കിനെ ശ്രദ്ധിക്കണം കേട്ടോ. ഷിർക്കുണ്ടെങ്കിൽ ഒരു റമദാനല്ല 1000 റമദാൻ കിട്ടിയാലും ഒരു ഉപകാരം ഉണ്ടാവില്ല. രണ്ടാമത്തെ എന്താ പറയുക, നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കണം. നമ്മൾ പലപ്പോഴും പറഞ്ഞല്ലേ, ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞവൻ്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വെറുപ്പും വിദ്വേഷവും ഈഗോയും അതേപോലെ കുശുമ്പൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിലേ അത് മനസ്സിന്ന് ആ മാറാല നമ്മൾ തട്ടിക്കളയാതെ നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല. മൂന്നാമത്തെ എന്താ പറയുക, ഒരു മനുഷ്യൻ, പ്രവാചകൻ പറഞ്ഞില്ലേ, ഒരാൾ ദീർഘയാത്ര കഴിഞ്ഞ് മുടിയൊക്കെ ജട പിടിച്ച് വസ്ത്രങ്ങളൊക്കെ പൊടി പിടിച്ച് നീണ്ട യാത്ര കഴിഞ്ഞ് വരിക. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? യാത്രക്കാരൻ്റെ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരിക്കലും തള്ളപ്പെടൂല എന്നാ. യാത്രക്കാരൻ യാത്രാ സമയത്ത് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഉത്തരം കിട്ടുന്ന. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഒരാൾ വന്നിട്ട് കാക്ക ഞാനിങ്ങനെ പോകുക കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മളെന്താ ഉദ്ദേശത്തോട് പറയാം, ആയിക്കോട്ടെ എൻ്റെ യാത്രയൊക്കെ സുഖാവട്ടെ. എന്നിട്ട് എന്താ പറയാറിയോ, ഈ യാത്രയിൽ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എന്താണെന്നറിയോ, യാത്രക്കാരൻ്റെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന. അങ്ങനെ ഒരു യാത്രക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്. അയാളെങ്ങനെ അള്ളാഹനെ വിളിച്ച് 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 പ്രാർത്ഥിക്കുക. പക്ഷേ റസൂൽ പറയണേ, അവൻ്റെ മത്അമഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ അത് ഹറാമായ മാർഗത്തിലുള്ള ഭക്ഷണ. വമൽബസുഹു ഹറാം, അവൻ ധരിക്കുന്ന വസ്ത്രം ഉണ്ടല്ലോ അത് ഹറാമായ വസ്ത്ര. വഊദിയ ബിൽ ഹറാം, അവൻ്റെ വീടും ഏർപ്പാടും മൊത്തം ഹറാമു കൊണ്ട് പൊതിയപ്പെട്ടതാ. അതായത് ഓൻ്റെ സമ്പാദ്യം ഹലാലായ മാർഗത്തിലല്ല. ആ ഹലാലായ മാർഗത്തിലല്ലാത്ത സമ്പാദ്യമാണ് ഓൻ്റെ ഭക്ഷണം, ആ സമ്പാദ്യമാണ് അവൻ്റെ വസ്ത്രം, ആ സമ്പാദ്യമാണ് അവൻ്റെ പാർപ്പിടം. ഓൻ ആകപ്പാടെ ഹറാമിലും ഇങ്ങോട്ട് മുങ്ങിക്കണ്. റസൂൽ പറയണേ, ഫഅന്നാ യുസ്തജാബ്, എങ്ങനെ ഓന് ഉത്തരം കിട്ടുക? എങ്ങനെ ഓന് ഉത്തരം കിട്ടുക? അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നമ്മൾ ഉത്തരം പറയണ്ട, അള്ളാഹ് ഉത്തരം കൊടുക്കൂല എന്നാ. അപ്പോൾ റമദാനിന് മുമ്പ് നമ്മുടെ വരുമാനങ്ങളും ഉപജീവനങ്ങളും ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തണം. ഹറാമായ രൂപത്തിലുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരരുത്. അത് നമ്മുടെ നോമ്പിനെ അല്ല, എല്ലാ ആരാധനകളെയും തിരസ്കരിക്കാൻ കാരണമാവും. കാരണം പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കൂലെങ്കിൽ പിന്നെ ഏത് ഇബാദത്ത് അള്ളാഹ് സ്വീകരിക്കുക? ഏത് ഇബാദത്തിൻ്റെയും മജ്ജ എന്ന് പറയുന്നത്, അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ലേ? അദ്ദുആഉ മുഖുൽ ഇബാദ, എല്ലാ ഇബാദത്തിൻ്റെയും ആത്മാവ് അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇല്ലെങ്കിൽ ഇബാദത്തില്ല. അപ്പോൾ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കൂല പറഞ്ഞാൽ ബാപ്പ യുദ്ധത്തിന് പോയിട്ട് ബാപ്പാക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബാപ്പാൻ്റെ തല കാണാനല്ല എന്ന് പറഞ്ഞമായിരിക്കും. കാരണം പ്രാർത്ഥന സ്വീകരിക്കൂലെങ്കിൽ പിന്നെന്താ ഇബാദത്ത്? അപ്പോൾ നമ്മുടെ വരുമാനങ്ങൾ, ഉപജീവനങ്ങൾ ഹലാലായിരിക്കണം. മൂന്നാമത്തേത്. നാലാമത്തെ എന്താ പറയുക, പ്രവാചകൻ ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചില്ലേ, അത്തദുറൂന മനിൽ മുഫ്ലിസ്? മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരെങ്ങൾക്ക് അറിയോ? മുഫ്ലിസ് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം പാപ്പറായവെന്ന നമ്മുടെ സാങ്കേതിക ഭാഷ പ്രകാരം. എന്താ പാപ്പറായവെന്ന് പറഞ്ഞാൽ? ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തുകൊണ്ട് പാപ്പരായി പ്രഖ്യാപിക്കാൻ വേണ്ടി ഹർജി കൊടുക്കുന്ന വളവന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ? ബാങ്കിൽ നിന്നൊക്കെ രക്ഷപ്പെടും, പടച്ചോൻ്റെ രക്ഷപ്പെടില്ല കേട്ടോ, അത് വേറെ കേസാണ്, അത് പിന്നെ പറയാം. അപ്പോൾ പാപ്പറാവുക എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് സ്വത്തുണ്ടായിരുന്നു, അതൊക്കെ പൊളിഞ്ഞ് ഇപ്പോൾ ഒന്നുമില്ലാത്തവനാ പാപ്പറായവൻ. സഹാബത്തിനോട് നബി ചോദിച്ചാണ്, ആ തദുറൂന മനിൽ മുഫ്ലിസ്? ഈ മുഫ്ലിസ് പാപ്പറായവെന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പോൾ അവർ പറഞ്ഞു, കച്ചവടം നടത്തി പൈസയൊക്കെ നഷ്ടപ്പെട്ടവൻ, കൃഷി ഉണ്ടായിരുന്നു അതൊക്കെ കരിഞ്ഞു പൊളിഞ്ഞ് നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാത്ത ആളെയാണ് ഞങ്ങൾ മുഫ്ലിസ് എന്ന് പറയാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, എന്നാൽ കേട്ടോളി, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ കച്ചവടം പൊളിഞ്ഞോനോ കൃഷി പൊളിഞ്ഞോനോ ഒന്നുമല്ല. സ്വർഗത്ത് പോകാൻ മാത്രം സൽക്കർമ്മങ്ങൾ ഈ ലോകത്ത് ചെയ്തിനി, ആ സൽക്കർമ്മങ്ങളുമായിട്ട് അവൻ പരലോകത്ത് എന്ന് ഓൻ്റെ വിചാരണ സമയത്ത് അവൻ നാവുകൊണ്ടും കയ്യുകൊണ്ടും അകാരണമായി ഉപദ്രവിച്ച, വേദനിപ്പിച്ച, എടങ്ങേറാക്കിയ ആൾക്കാർ അവൻ്റെ മുമ്പിലേക്ക് വന്ന് അള്ളാഹിനോട് പരാതി പറയും, അള്ളാഹുവേ ഇവൻ എന്നെ വെറുതെ ദ്രോഹിച്ചു, ഇവൻ എന്നെ വെറുതെ അപമാനിച്ചു, ഇവൻ എൻ്റെ സ്വത്ത് പിടിച്ചെടുത്തു, ഇവൻ എന്നെ എടങ്ങേറാക്കി. അങ്ങനെ ആൾക്കാർ പരാതി പറയുമ്പോൾ ഇവൻ്റെ സൽക്കർമ്മങ്ങൾ എടുത്തിട്ട് അള്ളാഹ് അവർക്ക് ഇങ്ങനെ കൊടുക്കുന്ന, അവസാനം ഇവൻ്റെ സൽക്കർമ്മങ്ങൾ തീർന്നു പോകുന്ന,
സ്വർഗത്തിൽ പോകാൻ മാത്രം കർമ്മങ്ങളുമായി റിച്ചായിട്ട് നല്ല മുതലാളിയായിട്ട് സ്വർഗത്തിലെത്താൻ വേണ്ടി പരലോകത്തിലെത്തിയിട്ട് സകലം പൊളിഞ്ഞ് പാളീസായി ഒന്നുമില്ലാതെ നരകത്തിക്കാണ് വലിച്ചെറിയപ്പെടുന്നവൻ, അവനാണ് എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ്. അപ്പോൾ റമദാനിൽ നമ്മൾ ഏറ്റമാത്രം നന്മ ചെയ്താലും നമ്മുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവരോടുള്ള ഇടപാടുകളും നമ്മൾ ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ സംഗതി അപകട. പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, റസൂലേ, ഞങ്ങളുടെ അയൽപ്പക്കത്തൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ രാത്രി മുഴുവനും നിസ്കാര, ഞങ്ങൾ കാണുമ്പോഴൊക്കെ അവർ രാത്രി നിസ്കരിച്ചു കൊണ്ടേയിരിക്കും, പകല് മിക്ക ദിവസങ്ങളിലും അവർക്ക് നോമ്പാണ്, നോമ്പ് നിഷിദ്ധമല്ലാത്ത എല്ലാ ദിവസങ്ങളിലും അവർക്ക് നോമ്പാണ്. പക്ഷേ നാവ് ഭയങ്കര പ്രശ്നമാണ്. വർത്താനം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പേടിയാണ്. കാരണം മറ്റുള്ളവരെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, പരദൂഷണം പറയുന്ന, തെറി പറയുന്ന വല്ലാത്തൊരു നാവ് അവരുടെ നാവ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശദീകരണവും ആവശ്യമില്ലാതെ അവരോട് പറഞ്ഞ മറുപടി എന്താ? വഹിയ ഫിന്നാർ, വഹിയ ഫിന്നാർ. ആ രാത്രിയിലെ നിസ്കാരമോ ആ പകലിലെ നോമ്പോ അവരുടെ കർമ്മങ്ങളോ അവർക്ക് ഉപകാരപ്പെട്ടില്ല. വഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണെന്നാണ് പറഞ്ഞത് നാവ്. അപ്പോൾ നമ്മുടെ വാക്കുകളിൽ, പ്രവർത്തനങ്ങളിലൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന, കുറ്റപ്പെടുത്തുന്ന, അപമാനിക്കുന്ന, എന്തെങ്കിലും അവരുടെ സ്വത്ത് അന്യായമായി പിടിച്ചെടുക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവരോട് പൊരുത്തപ്പെടുവിച്ച് തൗബ ചെയ്ത് ആ തെറ്റിൽ നിന്ന് പുറത്ത് കടക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ അമലുകൾ നമുക്ക് ഉപകാരപ്പെടാതെ പോകും. അപ്പോൾ റമദാനിന് വേണ്ടി നമ്മൾ നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മുന്നൊരുക്കങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഈ മുന്നൊരുക്കങ്ങൾ നടത്തി നമ്മൾക്ക് റമദാനിലേക്ക് പ്രവേശിക്കാം. ഇസ്ലാമിൽ ഹിജ്റ അല്ലെങ്കിൽ ഇസ്ലാമിക കാലഗണനാ സമ്പ്രദായ പ്രകാരം ഒരു മാസത്തിൻ്റെ പിറവി നിർണ്ണയിക്കുന്നത് ചന്ദ്രപ്പിറവിയുമായി ബന്ധപ്പെട്ടാണ്. ചന്ദ്രപ്പിറവിയുമായി നമുക്കറിയുന്ന കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചന്ദ്രൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പ്രകാരം ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രപ്പിറവി ദർശിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. വെള്ളിയാഴ്ച 29 ഷഅബാൻ 29. അപ്പോൾ ഷഅബാൻ 29 ചന്ദ്രപ്പിറവി ദർശിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് 29 നിങ്ങൾ ചന്ദ്രപ്പിറവി നോക്കണമെന്നാണ്. നമുക്കൊന്ന് നോക്കാം. അന്ന് ചന്ദ്രപ്പിറവി കണ്ടാൽ പിറ്റേ ദിവസം, അതായത് മാർച്ച് 1 ശനിയാഴ്ച റമദാൻ 1 ഇനി വെള്ളിയാഴ്ച ഈ ഷഅബാൻ 29 മാസപ്പിറവി കണ്ടില്ല എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം, നിങ്ങൾ ഷഅബാൻ മാസം 30 ദിവസം പൂർത്തിയാക്കണം. അഥവാ ശനിയാഴ്ച ഷഅബാൻ 30 പരിഗണിക്കണം. എന്നിട്ട് ഞായറാഴ്ച റമദാൻ 1 നിങ്ങൾക്ക് പിന്നെ മാസപ്പിറവി ഒന്നും നോക്കണ്ട. കാരണം ഷഅബാൻ 30 കഴിഞ്ഞാൽ പിന്നെ 31 ഇല്ല, പിറ്റേന്ന് അടുത്ത മാസം 1 അതുകൊണ്ട് അപ്പോൾ ഇൻഷാ അല്ലാഹ് ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ നമ്മുടെ റമദാനിന് തുടക്കമായേക്കും. ആ റമദാൻ മാസം ആഗതമായാൽ റമദാൻ മാസത്തിൽ കതബല്ലാഹു അലൈക്കും സിയാമ, ആ റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് സിയാം, അഥവാ നമ്മളതിന് മലയാളത്തിൽ നോമ്പ് എന്ന് പറയും. സൗമ്, നോമ്പ്. എന്താണ് സൗമ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം? സൗമ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു കാര്യം, ആ ഒരു കാര്യം അല്ലാഹു തആല അരുത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കലാണ് സത്യത്തിൽ സൗമ്. സൗമ് എന്ന വാക്കിന് വെടിയുക എന്നൊക്കെയാണ് സാധാരണ പഴയ മലയാളത്തിൽ അർത്ഥം പറയാറ്. മറിയം ബീവി ഗർഭിണിയായി ആരാണ് പിതാവ് എന്ന് പറയാൻ കഴിയാതെ ആകപ്പാടെ അപമാനിക്കപ്പെട്ടപ്പോൾ നാട്ടിൽ നിന്ന് മറിയമിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി എല്ലാവരും. നാട്ടുകാരൊക്കെ മറിയമിനെ ആകപ്പാടെ വല്ലാത്ത രൂപത്തിൽ വേദനിപ്പിച്ച്, ആക്ഷേപിച്ച്, കുറ്റപ്പെടുത്തി, തെറി പറഞ്ഞ് എന്തൊക്കെയോ ആക്കി. അപ്പോൾ മറിയമ്മിനോട് ആൾക്കാരിങ്ങനെ ചോദിക്കുക, ആരാ മറിയമേ, ഇത്ര മോശക്കാരിയായല്ലോ, ഞങ്ങൾ പള്ളിയിൽ പൊന്നുപോലെ എന്നെ നോക്കിയിട്ട് ഞങ്ങളൊക്കെ പാടെ ചതിച്ചല്ലോ. അങ്ങനെ ഉത്തരം പറയാൻ മറിയമിൻ്റെ കയ്യിലൊന്നുമില്ല. ഈ കുട്ടി ഉണ്ടായത് എൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ മലക്ക് വന്ന് അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരമാണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വിശ്വസിക്കുമോ? ആരെങ്കിലും വിശ്വസിക്കുമോ?
നിങ്ങൾ ഇത്ര ഗർഭിണിയായ പെണ്ണ് ഇവിടെ റോട്ടിൽ നിന്ന് ആരാടി കുട്ടീനെ വാപ്പ പറഞ്ഞാൽ അത് മലക്ക് വന്നതാണ് പറഞ്ഞാൽ എന്തേക്കാണ് അവസ്ഥ? അതേ അവസ്ഥ മറിയമ്മിനുണ്ടായത്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായ ആൾക്കാർ ചോദിച്ചപ്പോൾ അള്ളാഹു മറിയമ്മിനെ ഒരു നിർദ്ദേശം കൊടുത്തു. ഇനി ആൾക്കാരെന്തെങ്കിലും ചോദിച്ചാൽ മുണ്ടണ്ട, പകരം ഒരൊറ്റ എന്താണ്, ഞാൻ ഒരു നോമ്പ് അള്ളാഹ്ക്ക് ഇന്നി നെതർത്തു, ഞാനൊരു നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞോളാം. അന്നത്തെ കാലത്ത് നോമ്പ് നോക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നാ. ഇന്നിപ്പോൾ നമ്മളൊരാൾ നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു വ്യാഴാഴ്ച തിങ്കളാഴ്ചയൊക്കെ ഒരു ചായയും കടിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരാളിങ്ങനെ ഇങ്ങനെ കാട്ടിയാൽ നമ്മളെന്താ വിചാരിക്കുക? നോമ്പല്ലേ, അതൊരു ആക്ഷനാണ്, നോമ്പിൻ്റെ അടയാളമാണ്. അപ്പോൾ അന്ന് നോമ്പ് പറഞ്ഞാൽ സംസാരത്തത് പോലും വിട്ടുക്കണമായിരുന്നു. നമുക്ക് അത്ര അള്ളാഹ് കണിശമാക്കിയിട്ടില്ല. മുമ്പത്തെ കാലത്തെ നോമ്പുണ്ട്. അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കുന്ന, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നിർബന്ധമാക്കിനി. അതാവുമ്പോൾ ഒരു സമാധാനമാണല്ലോ. അപ്പം നമ്മൾ സ്കൂൾക്ക് ഇങ്ങനെ പണ്ടത്തെ കാലത്ത് 1980 ഉള്ള കുട്ടികളാണെങ്കിൽ മനസ്സിലായി, 80-90 നമ്മൾ സ്കൂൾക്ക് നേരം വൈകി വരുമ്പോഴേ മാസ്റ്റർ പറയാം, കൈനീട്ട് നേരം വൈകില്ലേ, കൈനീട്ട്. അത് അറേ മടിയാ, നീട്ടൂല. അപ്പം അനക്ക് മാത്രമല്ല ആ ക്ലാസ്സിലിരിക്കണ മുഴുവൻ ആൾക്കാർക്ക് കിട്ടിയിരിക്കണ്. എന്നാ അറിയും, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊയ്ക്കോല കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ നോമ്പ് എന്നുള്ളത് ഞമ്മക്ക് മാത്രം ഇടങ്ങേറാക്കിയതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകാലത്തെ സമൂഹങ്ങൾക്കൊക്കെ നോമ്പ് നിയമമാക്കിയിട്ടുണ്ട്. അവരൊക്കെ നോമ്പ് നോറ്റിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതാണ്. അപ്പോൾ ഈ നോമ്പ് സൗമ് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കൽ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടോ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കലാണ് സൗമ്, നോമ്പ്. നോമ്പിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. നോമ്പിൻ്റെ ഈ റമദാൻ മാസത്തിൻ്റെ അനുഗ്രഹത്തെപ്പറ്റി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കന്നെ, അനുഗ്രഹീതമായ മാസം വന്നിട്ടുണ്ട്. എന്നിട്ട് ആ മാസത്തിൻ്റെ അനുഗ്രഹമായിട്ട് എന്താ പറഞ്ഞാൽ നിങ്ങൾ, അള്ളാഹു നിങ്ങൾക്ക് ഈ മാസം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അത് അനുഗ്രഹം. നല്ല 4 നേരം നന്നായിട്ട് തിന്ന് വെള്ളം കുടിച്ച് ജീവിച്ചിരുന്ന നമ്മളോട് നിങ്ങൾ പച്ചവെള്ളം കുടിക്കാൻ പാടില്ല പറഞ്ഞാൽ അത് അനുഗ്രഹം. അത് അനുഗ്രഹം എന്നറിയണമെങ്കിലേ കുറച്ച് കാത്തുക്കണം. 2 കുട്ടികൾ ഇപ്പോൾ ഈ +2 പരീക്ഷ എഴുതാൻ പോണ 2 കുട്ടികളാണ്. അയലോകത്തുള്ള അടുത്ത വീട്ടിലെ 2 കുട്ടികളാണ്. വായന വളരെ കമ്മിയാണ്. പരീക്ഷയ്ക്ക് ജയിക്കുമെന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ട് 2 കുട്ടികളും ഇങ്ങനെ കളിച്ച് അങ്ങാടി കൂടെ ഇങ്ങനെ നടക്കല, വായിച്ചില്ല. പക്ഷെ ഒരുത്തൻ്റെ അമ്മ ഓനെ പിടിച്ചിട്ട് റൂമിക്കിട്ട് ബാതിലടിച്ച്. ഇനി പരീക്ഷ കഴിഞ്ഞിട്ടാണ് നമ്മൾ മര്യാദക്കടന്ന് പറഞ്ഞു. പരീക്ഷ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ പേടിക്കേണ്ട കാലമല്ലേ. ഞാൻ നിൻ്റെ പെണ്ണും പറയണേ, ആ കത്തി കൈക്കോട്ടൊക്കെ എടുത്തുകൊണ്ട് പെട്ടിയിൽ വെച്ച് പൂട്ടിക്കണ്ടി. നേരം വെളുക്കുമ്പോൾ ആരാ ബാക്കി ഉണ്ടാകുക അറിയില്ല. 5 എണ്ണ അല്ലേ, മണിക്കൂർ കൊണ്ടില്ലാതെ. അപ്പോൾ കാലം വല്ലാത്തൊരു കാലമായിട്ട് മാറുകയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹായ മക്കളായി വളർത്തി തരുമാറാവട്ടെ. അപ്പോൾ ഈ 2-ൽ ഒരു കുട്ടീനെ പിടിച്ച് റൂമിലിട്ട് ബാതിലടിച്ച് വായിച്ചതറിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റില്ല. ഭക്ഷണമൊക്കെ ചിലർക്ക് കൂടെ അങ്ങനെ കൊടുക്കും. തുണക്കാരങ്ങനെ വന്നുകാണ്ട് ഇവനങ്ങനെ ജടാ എന്താ പോരുമൊക്കെ പറയും. ഉമ്മ വിട്ടില്ല, തുണക്കാരന്തം വിട്ട് നടന്ന്. ഇവൻ ആ 10 ദിവസം ആ റൂമിൽ നിർബന്ധിതാവസ്ഥയിൽ ഇരുന്നങ്ങോട്ട് വായിച്ച് പരീക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഓൻ 8A+, മറ്റോ 8 നില പൊട്ടിയാണ്. അപ്പോഴവന് മനസ്സിലാകുക ഓൻ്റെ അമ്മ ഓനോട് കാണിച്ച അനുഗ്രഹം എത്ര വലുതാണ്. ഈ ഒരു മാസത്തിൽ അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയതിൻ്റെ അതിൻ്റെ ഫലം നമ്മൾ നാളെ അങ്ങോട്ട് കാണുമ്പോഴാണ് ആ അനുഗ്രഹത്തിൻ്റെ വലിപ്പം അങ്ങോട്ട് മനസ്സിലാകുക. നോമ്പ് എന്ന് പറഞ്ഞ സംഗതി ചെറുതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് സ്വർഗത്ത് പോകണം, അങ്ങനെ സ്വർഗത്ത് പോകാൻ പറ്റിയൊരു കാര്യം ഞാൻ ചെയ്തോളാം, എന്താ ഞാൻ ചെയ്യേണ്ടേ? അപ്പോൾ റസൂൽ പറഞ്ഞ മറുപടി എന്താ അറിയോ? അലൈക ബിസ്സൗം, എനിക്ക് സ്വർഗത്ത് പോകാൻ വേണ്ടി നോമ്പ് നോറ്റോ. സ്വർഗത്തിലെത്താൻ ആ നോമ്പിനോളം പറ്റുന്ന വേറെ ഒരു സംഗതിയില്ല. അതാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ മാസത്തിനെ അള്ളാഹു അതിനെ പ്രത്യേകമായ ഒരു മാസമാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ എന്താ ഇപ്പോൾ മാസത്തിൽ നോമ്പ് നിർബന്ധാക്കിയേ? വേറെ എന്തെങ്കിലുമൊക്കെ അമല് നിർബന്ധാക്കിയ പോലെയിരുന്നോ? എന്തിനാ അപ്പം നോമ്പ് നിർബന്ധാക്കിയേ? ആ നോമ്പ് എന്ന് പറഞ്ഞാലേ നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോൾ ഏറ്റവും വേണ്ട ഒരു സാധനം നോമ്പ്. എന്താ പറയുക, നമ്മളെ ഏറ്റവും വലിയ പരാജയം എന്താ പറയുക, തെറ്റുകൾ ചെയ്യുക.
അറിഞ്ഞിട്ടും തെറ്റാന്നറിഞ്ഞിട്ടും ആ തെറ്റ് ചെയ്യാതെക്കാൻ പറ്റാതെ ആ തെറ്റുകൾ ജീവിതത്തിൻ്റെ ഭാഗമാവുക, അതാണ് നമ്മുടെ ഒരു സങ്കടമാണ്. അങ്ങനെ സങ്കടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടം എന്താ നിങ്ങൾ ആ തെറ്റുകൾ പൊറുക്കാൻ പറ്റിയൊരു അവസരം കിട്ടുക, അതാണ് നോമ്പ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയണേ, മൻ മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, ഒരൊറ്റ നോമ്പ് അള്ളാൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് ഒരാൾക്ക് ശരിക്ക് കേടുപാടുകളില്ലാതെ പുഴുക്കുത്തില്ലാതെ ഒരൊറ്റ നോമ്പ് നോൽക്കാൻ കഴിഞ്ഞാൽ ഇല്ല ബാഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. ആ ഒരൊറ്റ നോമ്പ് കൊണ്ട് അള്ളാഹു അവൻ്റെ മുഖത്തിനെ നരകത്തിൽ നിന്ന് 70 ഖരീഫ് അകറ്റുന്ന. ഈ ഖരീഫ് പറഞ്ഞ എന്താണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞത് അത് 70 കൊല്ലത്തെ അകലമാണ്, യാത്രാ ദൂരം. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് 70 മൈല്. എന്താവട്ടെ, വലിയ ഒരു ദൂരം. ഒരൊറ്റ നോമ്പിന് ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് അകറ്റാൻ പറ്റുമെങ്കിലേ 30 നോമ്പ് ഈ മാസത്തിൽ നമ്മളാണ് നോറ്റാലേ നരകത്തിൽ നിന്ന് എത്ര അകലത്തിലെത്തും നമ്മളില്ലേ. അതാണ് അള്ളാഹു നമ്മളോട് കാണിച്ച വലിയ അനുഗ്രഹം അല്ലേ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ വീണ്ടും പറയാണ്, കുല്ലു അമലിൻ ഇബ്നി ആദം യുദാഅഫുൽ ഹസനത്തു അശ്റു അംസാലിഹാ ഇലാ 700 ളഅഫിൻ. എല്ലാ അമലുകൾക്കും അള്ളാഹു അതിൻ്റെ സാഹചര്യം അനുസരിച്ച് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ കൂലി കൊടുക്കുന്നറിന്. ഇല്ല സൗം, നോമ്പിനൊഴികെ. നോമ്പ് ഈ ഗണത്തിൽ പെടൂല. ഫഇന്നഹു ലീ വഅനാ അജ്സി ബിഹി. നോമ്പ് എന്ന് പറഞ്ഞാൽ അത് എനിക്കുള്ളതാ, അതിന് ഞാനൊരു കൂലി കൊടുക്കും. അത് ഈ കൂലി പോലെയൊന്നല്ല, ഇതിൻ്റെ കപ്പറ. അപ്പോൾ ബാക്കിയുള്ള നിസ്കാരക്കാർക്ക് അള്ളാഹ് തന്നെയല്ലേ ആണ്. പക്ഷെ നോമ്പ് ഇപ്പം നമുക്ക് 4 കുട്ടികളുണ്ടെങ്കിലേ ഒരു കുട്ടീനോട് പ്രത്യേക വാത്സല്യത ഓണ്ടല്ലോ, എൻ്റെ കുട്ടിയാണ് അറിയും. ബാക്കിയുള്ളതൊക്കെ പിന്നെ മതിലടി എന്നാൽ അല്ല, നമ്മൾ തന്നെയാണ്. പക്ഷേ അത് എൻ്റെ കുട്ടിയാണ് പ്രത്യേകം പറഞ്ഞത് അതിനോടുള്ളൊരു മൊഹബത്ത് പ്രകടമാക്കാനാണ്. അള്ളാഹ് പറയാണ് എല്ലാ അമലും നമ്മൾ ചെയ്താൽ കൂലി അള്ളാഹ് തന്നെ തരിക. പക്ഷേ അസ്സൗമുലി, നോമ്പ് എനിക്ക് വേണ്ടിയുള്ളതാണ്. അനാജസീബി, ഞാനതിന് കൂലി കൊടുക്കും. അതിൻ്റെ കൂലി ഉണ്ടല്ലോ, അത് ഒരു കണക്കിൻ്റെ ഉള്ളിലും ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലും ഉൾപ്പെടുത്താൻ കഴിയാത്ത കൂലിയാണെന്ന്. അത്രയും പ്രതിഫലാർഹമാണ് കൂലി റമദാൻ അല്ലേ. ഇനി ഞാൻ ദീർഘമായി പറയുന്നില്ല, എൻ്റെ സമയത്തിൻ്റെ കുറവുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒന്ന്, ഈ റമദാനിലെ നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പ്രവാചകൻ പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട്, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. ഒന്ന്, ഈമാന് വേണം. ഈ നോമ്പ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ പഠിപ്പിച്ചത് പ്രകാരം അതിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ നിബന്ധനകൾ, അതിൻ്റെ മുക്കും മൂലയും ഒക്കെ സൂക്ഷിച്ച് കൃത്യമാക്കി അരുതാത്തത് ഒഴിവാക്കി വേണ്ടത് മാത്രം ചേർത്ത് വെച്ച് ഭംഗിയായി പൂർണ്ണമായ നോമ്പായിരിക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത് ഇഹ്തിസാബ്. ഈ നോമ്പിന് എനിക്ക് കൂലി കിട്ടണം. ഏതെങ്കിലും കോലത്ത് കിട്ടിയാൽ പോലെ പൂർണ്ണമായ കൂലി കിട്ടണം. ഒരു കുറവുമില്ലാത്ത, ഒരു പോയിന്റ് പോലും കുറയാത്ത, ഒരു നയാ പൈസ കുറയാത്ത പൂർണ്ണമായ കുറ്റമറ്റ നോമ്പാവണം. ഈ 2 നീയത്ത് തുടക്കത്തിലേ ഉണ്ടാവണം. അതങ്ങനെ നോമ്പ് വരിക, നമ്മൾ ഭക്ഷണക്രമം മാറ്റുക, അത്താഴം കഴിക്കുക, പകൽ പട്ടിണി നടക്കുക, വൈകുന്നേരം നന്നായിട്ട് തിന്നുക, അങ്ങനെ ഒരു ജീവിതത്തിലെ ഭക്ഷണക്രമത്തിൻ്റെ മാറ്റം മാത്രമല്ലേ, അത് ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള മാറ്റം. അങ്ങനെ നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ആ റമദാൻ തീർന്നോടുകൂടി നമ്മുടെ മനസ്സിൽ ബാക്കിയാകും എന്തരങ്ങൾ തഖ്വ, ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ള ആൾക്കാരാകാൻ വേണ്ടിയാണ് അള്ളാഹു നോമ്പ് നോൽക്കാൻ പറഞ്ഞതെന്നാ. അപ്പം തെക്കുവയുള്ളവരാകാൻ പറ്റുന്ന കുറ്റമറ്റ നോമ്പ്, നോമ്പിൻ്റെ നിബന്ധനകൾ, നിയമങ്ങൾ, അതിൻ്റെ മര്യാദകൾ, അതിൻ്റെ സുന്നത്തുകൾ, അതിൻ്റെ നിർബന്ധമായ ഘടകങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ നല്ല പണ്ഡിതന്മാരുടെ, നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നല്ല പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ ലഭ്യമാണ്, അതേപോലെ പ്രസംഗങ്ങൾ ലഭ്യമാണ്. നമ്മൾ ഈ വാട്സാപ്പിലൊക്കെ തരുമ്പോൾ ഏതെങ്കിലും ആൾക്കാരൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, നല്ല രസമുള്ള വയല് എന്ന് പറഞ്ഞാണ്ട് എല്ലാത്തുക്കും പോയിട്ട് തലടാൻ നിൽക്കരുത്. ഇതാരാ പറയുന്നത്? ഈ പറയുന്നവരുടെ ഉദ്ദേശം
ആവശ്യം എന്താണ്, ഇതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത്തരം ആധുനിക സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കാൻ. പക്ഷേ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ആധികാരികമായിരിക്കും. പലപ്പോഴും അറിവുകൾ നേടാൻ ഏറ്റവും നല്ലത് പുസ്തകങ്ങളെ, നല്ല ഗ്രന്ഥങ്ങളെ, ആധികാരികമായ ഗ്രന്ഥങ്ങളെ ആശ്രയിക്കലാണ്. നമ്മുടെ അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ്റെ പരിഭാഷ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും. ഇവിടെയൊക്കെ സാധനം കിട്ടും. റമദാനിൽ പ്രത്യേകമായ ഡിസ്കൗണ്ടും ഉണ്ട്. ഒരു ഖുർആൻ പരിഭാഷ വീട്ടിൽ ആവശ്യമായിട്ട. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഖുർആനും ഹദീസും ഒക്കെ കണ്ടമാനം ദുരുപയോഗം ചെയ്യപ്പെടുന്ന കാലത്തെ അതിൻ്റെ യഥാർത്ഥമായ രൂപം പഠിക്കാൻ ഗ്രന്ഥങ്ങൾ ഉപകരിക്കും. ഈ ഇതിൽ നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പ് നിർബന്ധമാണ് എന്ന് പറയുന്ന ആയത്ത് സൂറത്തുൽ ബഖറയുടെ 183-ാമത്തെ ആയത്താണ്. 183-ാമത്തെ ആയത്ത് നോമ്പുമായി ബന്ധപ്പെട്ട ആയത്താണ്. 184-ാമത്തെ ആയത്ത് നോമ്പുമായി ബന്ധപ്പെട്ട ആയത്താണ്. 185-ാമത്തെ ആയത്ത് നോമ്പുമായി ബന്ധപ്പെട്ട ആയത്താണ്. 186-ാമത്തെ ആയത്ത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ആയത്താണ്. വീണ്ടും 187-ാമത്തെ ആയത്ത് നോമ്പുമായി ബന്ധപ്പെട്ട ആയത്താണ്. ഇപ്പം ഈ ആയത്തുകൾ ഒന്ന് ഓതിയിട്ട് അതിൻ്റെ വിശദീകരണം ഒരുപാട് പേജുകളിലായി ഹദീസുകളും പണ്ഡിതന്മാരുടെ വാക്കുകളും ഉദ്ധരിച്ച് അമാനി മൗലവി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് നല്ല സൗന്ദര്യത്തോടെ നല്ല പ്രതീക്ഷയോടെ നമ്മൾ റമദാനിനെ സ്വീകരിക്കുക, ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമദാൻ, വരാനിരിക്കുന്ന റമദാനിലെ എല്ലാ നന്മകളെയും സ്വന്തമാക്കാനുള്ള ഈമാനും ഇഖ്ലാസും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റമദാൻ മാസത്തിനെ അവഗണിച്ചു കളഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയരാകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ ഉപയോഗപ്പെടുത്തി സ്വർഗത്തിൻ്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. റമദാനിൻ്റെ രാത്രികളിൽ നരകത്തിൽ നിന്ന് കൂട്ടമായി ആളുകൾ രക്ഷപ്പെടുത്തപ്പെടുമെന്ന പ്രവാചകൻ്റെ വാക്കുപോലെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായ മാനസികമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു എളുപ്പം നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരൊറ്റ കാര്യം കൂടി അനൗപചാരികം, നമ്മുടെ റമദാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സക്കാത്തും സദഖയൊക്കെ കൊടുക്കുമ്പോഴേ ചുങ്കത്തറ നജാത്തുൽ അനാം എന്ന ഒരു യത്തീംഖാനയുണ്ട്, നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അസ്സലാമു അലൈക്കും.